നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ ഈ വർഷം ആയില്യം നക്ഷത്രം ആദിശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് അനുകൂലമാണ്. തടസ്സത്തിലിരുന്നതോ നടക്കില്ല എന്ന് കരുതിയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്തിൽ കഠിനാധ്വാനം വഴി അസൂയാർഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. പല മാർഗങ്ങളിൽ കൂടിയും ധനാഗമനം ഉണ്ടാക്കിയെടുക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമവും വിജയിക്കും. ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കും ഗുണപ്രദം തന്നെ. കുടുംബത്തിലും ഐശ്വര്യപൂർണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും. വിവാഹാദി മംഗളകാര്യസിദ്ധി, സൽസന്താന പ്രാപ്തി, ഉദ്ദിഷ്ടകാര്യ വിജയം തുടങ്ങി നിരവധി സൽഫലങ്ങൾ പ്രതീക്ഷിക്കാം. അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായി യോജിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഗൃഹം നിർമ്മിക്കുവാനും വാഹനം വാങ്ങുവാനും ഈ വർഷത്തിൽ യോഗം കാണുന്നു. അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം നിമിത്തമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട് വിജയം കൈവരിക്കുവാനും കഴിയുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നോ സഹായികളിൽ നിന്നോ വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചില സുപ്രധാന രേഖകൾ ഈ വർഷത്തിൽ കൈവശം വന്നു ചേരുവാൻ ഇടയുണ്ട്. കോടതി വ്യവഹാര തർക്കങ്ങളിൽ വിജയവും സാമ്പത്തികമായിട്ടുള്ള ലാഭവും പ്രതീക്ഷിക്കാം. അപകട സാധ്യത പക്ഷേ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റ് അപകടകരങ്ങളായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായിട്ട് ശാസ്താവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തിലപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കാർത്തവീര്യാർജുന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.